ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ ധൈര്യമായിട്ടിരിക്കെ. ഈ നീരാഞ്ജന പൂജയൊക്കെ ഞാൻ ചെയ്യാം. എനിക്ക് ഇയാളുടെ കാര്യത്തിലാ പേടി. എന്തോന്ന് പേടി? അല്ല, നീരാഞ്ജനം ചെയ്ത് കഴിയുമ്പോ മിക്കവാറും താൻ ഇവിടുന്ന് പുറത്തു പോകും. റെഡി സർ. ചൂടോടെ കഞ്ഞി കുടിച്ചേ. പനിയൊക്കെ ഇപ്പൊ പമ്പ കിടക്കും. മതി. പനി എങ്ങനെയുണ്ട് സർ? കൊള്ളാം. കുറച്ച് വേണോ നിനക്ക്? അല്ല, വരെ വരെ സാറിനും ഇവിടുത്തെ ഡ്രൈവർ പയ്യന്റെ സ്വഭാവമാണല്ലോ. എന്നെ കുറിച്ച് എന്താ ഒരു ചർച്ച? ചർച്ച ചെയ്യാൻ പറ്റിയ മുതല്. സാർ എന്നെ കളിയാക്കിയത് കൊണ്ട് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാ. ചില നേരത്ത് ഈ സാറിന് തന്റെ സ്വഭാവ. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ കളിയാക്കും. ഇവിടുത്തെ മോനാണെങ്കിലും അല്ല, ഇവിടുത്തെ ഡ്രൈവറാണെങ്കിലും ഞാൻ ഇവനെ മോനെ പോലെയല്ലേ കാണുന്നത്. അതുകൊണ്ടായിരിക്കും. സാറ് മോനെ പോലെ കണ്ടോ? അത് കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ അടുപ്പിക്കണ്ട. അതെന്താ? ഈ സാറിന്റെ മോനാകാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പറയുമ്പോ ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ആ യോഗ്യത ഇല്ലെന്ന് മാത്രമല്ല, ഈ സാറിന്റെ അടുത്ത് വരാനുള്ള യോഗ്യത പോലും ഇല്ല. തനിക്ക് പറ്റിയതേ ഇപ്പൊ ഉള്ള അച്ഛൻ തന്നെ മതി. എന്നെങ്കിലും അദ്ദേഹത്തെ എനിക്കൊന്ന് നേരിട്ട് കാണണം. എന്തിന്? മക്കളെ വളർത്തുമ്പോ, പ്രത്യേകിച്ച് ആൺമക്കളെ വളർത്തുമ്പോ കുറച്ച് അച്ചടക്കം, കുറച്ച് വിവരം, കുറച്ച് അനുസരണ, വളരെ കുറച്ച് മാന്യത, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ആൺമക്കളെ വളർത്താനെന്നേ തന്റെ അച്ഛനോടൊന്ന് പറയാനാ. എന്തിനാടാ തന്റെ ഇങ്ങനെ പറയിപ്പിക്കുന്നേ? സോറി അച്ഛാ, ഈ നാടകം അല്പം കൂടി മാത്രം. അതിനുശേഷം ഞാൻ ഇവിടെ പൊളിച്ചടക്കും. രണ്ടുപേരും കൂടി അന്താക്ഷരി കളിക്കുന്നത് പോലെ ആത്മകഥം കളിക്കുവാണെന്ന് തോന്നുന്നു. ആ മഹാമനുഷ്യൻ എവിടെയായിരുന്നാലും ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ആരെ? ഡ്രൈവർ പയ്യന്റെ അച്ഛനെ. സാറാ കഞ്ഞി കുടിക്ക്. നല്ല ജലദോഷമുണ്ട് സാറിന്. പിന്നെ വെറുതെ ഇയാളുടെ വില കുറഞ്ഞ വർത്താനം കേട്ട് സമയം പോയി. ഞാൻ വന്ന കാര്യം പറയാം. സാറേ, ഇത്തവണ ശബരിമല പോണ കാര്യം എങ്ങനെയാ? മകരവിളക്ക് വരുമല്ലേ, നല്ല തിരക്കായിരിക്കും. കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതാ ഇപ്പോ ഒരു വിഷമം. ഈ അസുഖം പിടിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാ പോകുന്നത്? ഞാനും വരാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പം മണ്ഡലകാലം കഴിഞ്ഞിട്ട് ആലോചിക്കാം. നിന്റെ അസുഖം ഭേദമായിട്ടേ നീ ഏതെങ്കിലും ശനിയാഴ്ച അമ്പലത്തിൽ പോകണം. പോയി ശനീശ്വര പൂജയും നടത്തി നീരാഞ്ജനവും നടത്തണം. പോണം. ഞാനും അതേക്കുറിച്ച് ആലോചിച്ചു. അതിനെന്തിനാ അമ്പലത്തിൽ പോകുന്നേ? പിന്നെ പോവാതെ താൻ ചെയ്യോ? അത് ചെയ്യും. പിന്നെ അതെ, ഇത് വലിയ പഴക്കമുള്ള വീടൊന്നുമല്ല. തള്ളി തള്ളി ഇത് മറച്ചിടല്ലേ. ഈ നീരാഞ്ജനം എന്ന് പറഞ്ഞ എന്താണെന്ന് തനിക്കറിയൂ? എന്നാലേ എനിക്കറിയാം. 7.5 ശനി, കണ്ടക ശനി, അഷ്ടമശനി, ജന്മശനി.
അങ്ങനെയുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ചെയ്യുന്ന പൂജയാ അത്. നാളികേരമില്ലേ? ഓ, അങ്ങനെ പറഞ്ഞാ അറിയില്ലല്ലോ. ഈ തേങ്ങയില്ലേ, തേങ്ങ, അതിനെ രണ്ടായിട്ട് ഉടച്ച് അതിൽ എള്ള് കിഴി വെച്ച് നല്ലെണ്ണ നിറച്ച് ശാസ്താവിന് ആരതി ഒഴിഞ്ഞ് 2 നാഴിക നേരം ആ ദീപം കത്തിച്ച് വെക്കുന്നതാ ഈ നീരാഞ്ജന പൂജ. മനസ്സിലായോ? ആഹാ, മോൾക്ക് എല്ലാം അറിയാമല്ലോ. അപ്പൊ പിന്നെ അമ്പലത്തിൽ പോണ്ട അല്ലേ അമ്മേ? എന്തിന്? ചിന്നുമോളും ഞാനും ചന്ദ്രലേഖയും കൂടിയൊക്കെ ചെയ്തോളാം. സാർ ധൈര്യമായിട്ടിരിക്കെ. ഈ നീരാഞ്ജന പൂജയൊക്കെ ഞാൻ ചെയ്യാം. എനിക്ക് ഇയാളുടെ കാര്യത്തിലാ പേടി. എന്തോന്ന് പേടി? അല്ല, നീരാഞ്ജനം ചെയ്ത് കഴിയുമ്പോ മിക്കവാറും താൻ ഇവിടുന്ന് പുറത്തു പോകും. താനല്ലേ ഇവിടുത്തെ കണ്ടകശനി. മിടിക്കുക അവള്. വേലക്കാരിയാണെങ്കിലും നീ എൻ മോഹവല്ലി. ചന്ദ്രാമേ, സാർ എന്താ ആശുപത്രിയിൽ പോവാതിരിക്കുന്നേ? അറിയില്ല, അങ്ങനെ ചെറിയ അസുഖത്തിനൊന്നും പോകാറില്ല. അതാ സ്വഭാവം. പനി വന്നാ ചുക്കാപ്പി കുടിക്കും, ജലദോഷമാണെങ്കിൽ ആവി പിടിക്കും, തലവേദന വന്നാ തുണി നനച്ച് നെറ്റിയിൽ വെക്കണം. ഇതൊക്കെയാ ഇഷ്ടം. ആശുപത്രിയിലെ മരുന്ന് അധികം കഴിച്ചാ ശരീരത്തിന് നല്ലതല്ലെന്നാ പറയാറ്. പനിയുടെ ലക്ഷണം കണ്ടാ മതി, അപ്പം മുതലേ കഞ്ഞി മാത്രമേ കുടിക്കൂ. കഞ്ഞിയും പയറു തോരനും ഒക്കെയാ കൂടുതൽ ഇഷ്ടം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് കട്ടൻ ചായ കൊടുത്താ ആൾക്കത് മതി. ചന്ദ്രാമ്മയ്ക്ക് സാറിന്റെ എല്ലാ ഇഷ്ടങ്ങളും അറിയാല്ലേ? ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചപ്പോ ചന്ദ്രാമ്മ ഇപ്പൊ എത്ര കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ്. അത് ഞാൻ കുറെ നാളായിട്ട് ഇവിടെ നിൽക്കല്ലേ, അങ്ങനെ പഠിച്ചതാ. ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ചന്ദ്രാമ്മയ്ക്ക് സാറിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പോലും ഭാര്യ എന്നും പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന രമാ മേഡത്തിന് അറിയില്ല. സാർ എന്തു പാവാ, ഒരു സാധാരണ മനുഷ്യൻ. അതുപോലെ ഒരു സാധാരണ പെണ്ണിനെ കെട്ടിയാ മതിയായിരുന്നു സാറ്. ചന്ദ്രാമ്മയെ പോലൊരാളാ സാറിന് ചേരുന്നെ. സാറിനെ പോലൊരച്ഛൻ, ചന്ദ്രാമ്മയെ പോലൊരു അമ്മ, പിന്നെ നമ്മുടെ ഡ്രൈവർ ഇല്ലേ മഹി, അയാളെ പോലൊരു മകൻ. ആഹാ, നല്ലൊരു കുടുംബം അവൻ, അത് തന്നെ ധാരാളം.